ഇന്ന് ആപ്പിൾ കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ ആപ്പിൾ നന്നായിട്ട് കഴുകിയിട്ട് അതിന്റെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് കളയാട്ടോ. അങ്ങനെ ആപ്പിളിന് സുന്ദര കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. സുന്ദരനോ സുന്ദരിയോ അറിയില്ല അല്ലെ. എന്നിട്ട് ആപ്പിൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പൊ ഫ്രഷ് ആയിട്ട് ആപ്പിൾ ഗ്രേറ്റ് ചെയ്യാണ് കേട്ടോ നല്ലത്, അല്ലെങ്കിൽ കളർ ചേഞ്ച് ആവാൻ സാധ്യത ഉണ്ട്. പിന്നെ വേണ്ടത് ചിയാ സീഡ്സ് ആണ്. ചിയാ സീഡ്സിന് പകരം കസ്കസ് കൊടുക്കുക കേട്ടോ. കസ്കസ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണല്ലോ. അപ്പൊ 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു അര കപ്പിന്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി കുറച്ച് സമയം വേണം അതൊന്ന് സോക്കായിട്ട് കിട്ടാൻ. ഇനി വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ഞാനൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പഞ്ചസാര പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഈസി വേയിൽ ഇതുപോലെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ നന്നാരി സർബത്ത് വേണം കേട്ടോ. അപ്പോൾ നന്നാരി സർബത്ത് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്താണ് എടുത്തത്. ഫുള്ളും നമുക്ക് വേണമെങ്കിൽ നന്നാരി സർബത്ത് ചേർക്കട്ടോ. പക്ഷെ അതിൻ്റെ ഫ്ലേവർ ഓവർ ആവുമല്ലോ, അത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഷുഗർ സിറപ്പ് ചേർത്തത്. ഇനി ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ജഗ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആപ്പിൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നന്നാരി സർബത്ത് ഒഴിച്ചു കൊടുക്കുക, ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, പിന്നെ സോക്ക് ചെയ്തിട്ടുള്ള ചിയാ സീഡ്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേണ്ടത് നട്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നട്ട്സ് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവൂലേ. അപ്പോൾ നോമ്പിന് നഫ്രത്തുക്ക സർബത്ത് പറഞ്ഞാണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. പക്ഷെ ഞാനിത് ഇപ്പോഴാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നോമ്പിന് ഞാനിതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഈ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഡ്രിങ്കാണല്ലേ. എന്താ ഇപ്പോഴത്തെ ഒരു ചൂട്. അപ്പോൾ ഈ ചൂടത്ത് നല്ല പോലെ ശരീരവും മനസ്സും ഒന്ന് തണുക്കാൻ ഇതുപോലെയൊക്കെ ഒന്ന് ഡ്രിങ്ക് ഉണ്ടാക്കി കുടിച്ചാൽ മതി. അപ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കിപ്പോൾ തോന്നുക നോമ്പിനൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കായിരുന്നു. ഋഷുവിനും നല്ല ഇഷ്ടമായിട്ടുണ്ട്.